സാർ, ഈ ലോകരാജ്യങ്ങളുടെ മൊത്തം പൊളിറ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ ഏതൊക്കെ പൊളിറ്റിക്സ് ആണെങ്കിലും ഇതിപ്പോൾ പ്രതിപക്ഷം ഉണ്ടാവും, ഭരണപക്ഷം ഉണ്ടാവും, അങ്ങനെ പൊളിറ്റിക്കലി ഡിവൈഡിങ് ആണെങ്കിൽ പോലും അവർ ആ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ അവർ ഈ കക്ഷി രാഷ്ട്രീയമൊന്നും അങ്ങനെ കൊണ്ടുവരാറില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് വിയോജിപ്പുകൾ രേഖപ്പെടുത്താറ്. പക്ഷേ ഇന്ത്യയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ് എന്ന് പറയേണ്ടി വരും. ഈ ഏതൊരു പാർട്ടി നല്ലത് ചെയ്താലും അതിനെ എല്ലാം എതിർക്കുക, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്നാണ് ഇവരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പം CPM-ഉം കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന, UDF-ഉം LDF-ഉം മാറി മാറി ഭരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഒരു 5 വർഷം ഇവർ വരുമ്പോൾ മറ്റവർ കുറ്റം പറയും, മറ്റവർ വരുമ്പോൾ ഇവർ കുറ്റം പറയും. അങ്ങനെ ഈ വികസന മുരടിപ്പിൻ്റെ ഒരു കാലത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ മാസ്റ്ററോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായി. ഈ CPM-ൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് LDF ഗവൺമെൻറ് എന്ന് നിങ്ങൾ ധരിക്കരുത്. അങ്ങനെ ഒരു ഗവൺമെൻറ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ പല കാര്യങ്ങളും വികസനാത്മകമായി നടപ്പിലാക്കേണ്ടി വരും. അത് CPM-ൻ്റെ നയമല്ല, പക്ഷെ സർക്കാരിന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് MV ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവസാനം നമ്മുടെ ഈ പഞ്ചായത്തുകൾക്ക് വരെ പോകുമ്പോൾ ഈ പരസ്പരമുള്ള അടി വികസനത്തെ വല്ലാതെ ബാധിച്ച് തമ്മിൽ ശത്രുതയായിട്ട് പോവുകയാണ്. ഇത് തീർത്തും നമുക്ക് ഉപകാരമില്ലാത്തൊരു കാര്യം മാത്രമല്ലേ? ഇത് ഒരു പുതിയ വിഷയമേ അല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന നിലയിൽ എങ്ങനെ സുഗമമായി നാടിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇനിയും പല പാഠങ്ങളും ലഭിക്കാനുണ്ട്. അത് ഈ കേരളം രൂപീകരിച്ച കാലത്ത് EMS-ൻ്റെ ഒരു പ്രസംഗം റേഡിയോയിലൂടെ കുറേ കാലം കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. ആവർത്തിച്ച് പിന്നീട് ഉള്ളത് മതി എന്നൊരു കുടുംബാസൂത്രണ സിനിമയ്ക്കകത്ത് EMS-ൻ്റെ ഈ പ്രസംഗം ആ സിനിമയിലും വന്നിട്ടുണ്ട്. ആ പ്രസംഗം റേഡിയോ പ്രഭാഷണമായിരുന്നു. അന്ന് ടെലിവിഷനൊന്നുമില്ലല്ലോ. 1957 അദ്ദേഹം അധികാരത്തിലേക്കാനായിട്ടുള്ള ആമുഖമായി റേഡിയോ പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഗവൺമെൻറ് അല്ല, എൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയഗതി നടപ്പാക്കുവാനുള്ള ഒരു ഗവൺമെൻറ്റും അല്ല. കഴിഞ്ഞ 10 വർഷമായി എന്ന് പറഞ്ഞാൽ 47 സ്വാതന്ത്ര്യം കിട്ടി, 57ആയി. 10 വർഷമായി കോൺഗ്രസ് നാട്ടിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാൽ അവരുടെ തമ്മിലടി മൂലം അവർക്ക് നടപ്പാക്കാൻ കഴിയാതെ പോയതും ആയ വികസന പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായി നടപ്പാക്കുന്നതിലായിരിക്കും ഞാൻ ഊന്നൽ നൽകുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി 1900 അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംയുക്തമാണ്, ഒന്നേ ഉള്ളൂ. 1957 തൻ്റെ ഗവൺമെൻറ് അവിചാരിതമായി കമ്മ്യൂണിസ്റ്റുകാർക്ക് കേരളം ഭരിക്കാൻ ആദ്യത്തെ അവസരം കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രിയായ EMS ജനങ്ങളോടെന്ന നിലയിൽ നടത്തിയ റേഡിയോ പ്രഭാഷണത്തിലെ വാചകമാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസിൻ്റെ നയം നടപ്പാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് എൻ്റെ. അതാണ് വികസന കാഴ്ചപ്പാട്. കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരുന്നത് തോക്കിൻ കുഴലിലൂടെയാണെന്ന് വർഗശത്രുവിനെ നിഘനിച്ചിട്ട് അധികാരത്തിൽ വരണമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം എടുത്ത വിട്ടുവീഴ്ച സമീപനം ഇതായിരുന്നു. അത് അർത്ഥവത്തും ആലോചനാമൃതവും കേരളത്തിൻ്റെ ഭാവിക്ക് ഗുണകരവുമാണ്. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് ഒരു പിൽക്കാലത്ത് അതേ ആശയഗതിയിൽ ഈ ജനാധിപത്യ പരീക്ഷണത്തിൽ ഇടപെടാൻ കഴിഞ്ഞോ എന്നുള്ളത് ചരിത്രം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കൊല്ലം സമ്മേളനത്തിലടക്കം പാർട്ടി വികസനം കേരളത്തിൻ്റെ നവകേരളം എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ആയാൽ പോരെ, ഇതല്ലേ വേണ്ടത്? തിരഞ്ഞെടുപ്പ് ആശയഗതികളുടെ ഭിന്നത ജനങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് യുദ്ധം നടത്തുന്നു. അതിലൊരു കക്ഷി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ അവരുടെ ചെയ്തികളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പ്രതിപക്ഷമായി തോറ്റ കക്ഷി നിൽക്കുകയും ഭരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ആരോഗ്യകരമായൊരു ജനാധിപത്യ സമീപനമാണ് നാടിനാവശ്യം. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു കക്ഷികളും അത് പാലിക്കുന്നില്ല. എന്നാൽ ലോകത്ത് പാർത്തൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ സ്ഥിതി നോക്കൂ. അമേരിക്കയിൽ പരസ്പരം മത്സരിക്കുന്ന ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻ പാർട്ടിയുമുണ്ട്. അവർ തിരഞ്ഞെടുപ്പ് 4 വർഷം കൂടുമ്പോൾ പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കും.
ആ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മത്സരമാണ്. ആ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ് അമേരിക്കൻ ഇലക്ഷൻ. ജനാധിപത്യ താല്പര്യമുള്ള അല്ലാത്തവരും നോക്കുന്നതാണ്. കാരണം അമേരിക്കയിലെ അധികാരം സ്ഥാനത്ത് വരുന്നത് ലോകത്തിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ്. റിപ്പബ്ലിക്കൻ ആയാലും ഡെമോക്രാറ്റ്സ് ആയാലും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരെല്ലാം ഒന്നാണ്. സെനറ്റിൽ വരുമ്പോഴും അമേരിക്ക ഫസ്റ്റ്, അതാണ് അവരുടെ. ഇപ്പോൾ ട്രംപ് പറയുന്നതും അമേരിക്ക ഫസ്റ്റ്. ഇപ്പം അവർ ഈ ടാരിഫ് റേറ്റിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാകുന്ന താരിഫ് നയമേ ഒരു സൗഹൃദ രാഷ്ട്രം, ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാഷ്ട്രങ്ങളോടും സ്വീകരിക്കുള്ളൂ എന്നാണ്. ഫസ്റ്റ് അമേരിക്ക. ആ നാടിൻ്റെ ക്ഷേമം, അവിടുത്തെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അതിൽ കൂറിങ്ങും ചോറിങ്ങും കൂറങ്ങും എന്ന തരത്തിൽ ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെ കുട പിടിക്കുക, ഇല്ലേ അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കുക, ഈ തരം സമീപനമുണ്ട്. ചൈന പുരോഗമിക്കണം, ചൈനയെ തുടരുത്, പോളണ്ടിനെ കുറിച്ച് നീ ഒരു അക്ഷരം കൊണ്ടരുത്. ഈ തരത്തിലുള്ള ഇവിടെ ജീവിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാരെ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളായി കാണുകയും നമ്മുടെ മാതൃരാജ്യം ചൈനയാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഈ ഒരു 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 തലതിരിഞ്ഞ ദേശപ്രേമമുണ്ട്. സത്യത്തിൽ ഇതുപോലെയുള്ള നയവൈകല്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെയും പ്രാദേശിക ഭരണകൂടങ്ങളെയും എല്ലാം ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചെളിക്കുണ്ടാക്കി മാറ്റിയത്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് കക്ഷി രാഷ്ട്രീയമാണ് തെറ്റിദ്ധരിച്ചാണ് നമ്മുടെ നേതാക്കൾക്ക് പറ്റിയ ആപത്ത്. ഒരു പൊതുബോധവും അങ്ങനെ തന്നെയാണ്. അതെ, അത് ജനങ്ങളെ മുഴുവനും ഇവർ ഇങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. അവൻ കോൺഗ്രസ് ആണോ എന്നാൽ അവനെ കുഷ്ഠരോഗിയെ പോലെ കാണണമെന്നാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. കതറിട്ടും കൊണ്ട് ഒരാൾ കണ്ണൂരിലൂടെ പോയാൽ അവനെ അവജ്ഞയോടെ നോക്കും. അവിടെ കടകളിലിരിക്കുന്നവരും ബീഡി തീർക്കുന്നവരും ഒക്കെ. അത് അവിടെ കണ്ണൂരിൽ ഞാനൊക്കെ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുന്നതാണ് സാഹസം. അതെ, കമ്മ്യൂണിസ്റ്റുകാർ അവരെ ശത്രുക്കളായിട്ടാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ കാണാം, അവരുടെ പാർട്ടിക്കാരല്ലാത്ത ഒരു തന്നെ അവിടെ ചെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ പ്രവർത്തിക്കാനോ ജീവിക്കാനോ പറ്റുമോ? അത്തരത്തിലുള്ള അന്ധമായ പാർട്ടി കൂറ് കാരണം, കക്ഷി രാഷ്ട്രീയത്തോടുള്ള അമിതമായ വൈകാരികമായ കമ്മിറ്റ്മെൻറ്റ് കാരണം മനുഷ്യനെ ശത്രുവായി കാണുന്ന ഒരു സമീപനം. സാർ, അതിൽ ഈ മരണ വീടുകളിലും കല്യാണ വീടുകളിലും പോവാതിരിക്കുന്നത് മുതൽ കല്യാണം മുടക്കുന്നത് വരെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മലബാർ മേഖലയിലൊക്കെ, വടക്കൻ മലബാർ മേഖലയിലൊക്കെ ധാരാളമായി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അത് നമ്മുടെ കക്ഷിയിലല്ലാത്തവൻ മനുഷ്യനല്ല എന്നാണ് അവർ വിചാരിച്ചിട്ട് അങ്ങനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. ഇത് അല്ല സത്യത്തിൽ വേണ്ടുന്നതെന്നും ഈ ജനാധിപത്യ മര്യാദയോടെ മനുഷ്യത്വം എന്നതാണ് എല്ലാവർക്കും വലുതെങ്കിൽ പിന്നെ മനുഷ്യത്വം എല്ലാവർക്കും ബാധകമല്ലേ? എൻ്റെ കൂടെ നിൽക്കാത്തവന് മനുഷ്യത്വമില്ല എന്ന് കരുതുകയും അവനെ ശത്രുക്കളായി കരുതുകയും ചെയ്യുന്ന ഞാൻ എത്ര നീചനായൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇത് ലോകത്താകെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തിപ്പോൾ ചേരിതി രാഷ്ട്രങ്ങളില്ല. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ 91 വീണതോടുകൂടി ക്യാപിറ്റലിസ്റ്റ് ചേരിയും കമ്മ്യൂണിസ്റ്റ് ചേരിയും എന്ന് ഈ ബൈപോളർ പൊളിറ്റിക്കൽ സിസ്റ്റം പോയി. അതിനുശേഷം പിന്നെ വന്നത് യൂണിപോളറായിരുന്നു. അമേരിക്ക ക്യാപിറ്റലിസത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങളും പരീക്ഷണങ്ങളുമായിരുന്നു കഴിഞ്ഞ കാലമായിട്ട് നമ്മൾ താല്പര്യങ്ങളാണ് ഓരോ രാജ്യത്തും. ഇപ്പോൾ അത് വീണ്ടും ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വേറൊരു തരത്തിൽ മൾട്ടിപോളാർ സിസ്റ്റത്തിലേക്ക് ഉരുത്തിരിയുന്നുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ നയങ്ങൾ, സെലൻസ്കി ഉക്രൈൻ ഭരണാധികാരി അവിടെ ചെന്നപ്പോഴുണ്ടായ ദുരനുഭവങ്ങൾ, അദ്ദേഹം പിന്നെ വാഷിങ്ടണിൽ നേരെ ലണ്ടനിലേക്ക് പറന്നു കെയർ സ്റ്റാമറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അമേരിക്കയുടെ ചില ഡിമാൻഡുകളിലെ അനീതി ചൂണ്ടിക്കാണിച്ചു. ട്രംപ് അദ്ദേഹത്തെ 3ാം ലോക യുദ്ധത്തിന് നിങ്ങൾ വഴിയൊരുക്കുകയാണോ എന്ന് സ്റ്റുപ്പിഡ് പ്രസിഡൻ്റ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചാണ് വിട്ടത്. അപ്പോൾ അത് പുതിയൊരു ലോക ചേരി രൂപം കൊള്ളുന്നത് പോലെ പല ചേരികൾ, ഇപ്പോൾ ഇന്ത്യയും ചൈനയും ഉൾപ്പെട്ട ഒരു ഏഷ്യൻ ചേരി, അമേരിക്ക ഉൾപ്പെട്ട നോർത്ത് അമേരിക്കയിലെ ഒരു ചേരി, പിന്നെ യൂറോപ്പ് ഇംഗ്ലണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചേരി, റഷ്യയും ഫ്രാൻസും ചേർന്ന മറ്റൊരു ചേരി. ഇങ്ങനെ തരത്തിലുള്ള ഒരു മൾട്ടിപോളാർ
ജിയോ പൊളിറ്റിക്കൽ സിസ്റ്റം ലോകത്ത് രൂപപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം പെറ്റിയായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് നാടിനെ കുട്ടിച്ചോറാക്കുന്ന തരത്തിലുള്ള വികസന വിരുദ്ധ സമീപനം മാറണം. ഇതായിരിക്കണം ഒരുപക്ഷെ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന നവകേരളം ആകേണ്ടതാണ്. അങ്ങനെ അല്ലെങ്കിൽ ആകേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്കിത് അവസാനിപ്പിക്കാം. ആ സമയത്ത് ആരാണോ ഇതിൽ തുടക്കമിട്ടത് അയാൾ തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു രീതിയും കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ. അതാണ് കൂടുതൽ ശുഭകരം.